അഖിൽ നമുക്കൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ചങ്ങളം സൗത്തിൽ എത്തിയിട്ടുണ്ട് അഖിൽ കെ. അഖിൽ, വെരി ഗുഡ് മോർണിംഗ് അഖിൽ. ഇന്നും വെള്ളക്കെട്ടുള്ള സ്ഥലത്താണോ അഖിൽ നിൽക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും ഇന്നും വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിവിടേക്ക് എത്തിയത്. ഇവിടെ തേടിയെത്തിയ നമ്മളിവിടെ വിളിച്ചിരുന്നു. അപ്പോൾ സമയത്ത് ഇവർ പറയുന്നവർ ഈ വെള്ളക്കെട്ട്, അതായത് നോക്കി ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ എൻ്റെ മുട്ടിന് മുകളിലായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ അത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ക്യാമ്പിലേക്കൊന്നും മാറാഞ്ഞ്? ക്യാമ്പ് അറിയിച്ചിട്ടില്ല ഞങ്ങളെ, ക്യാമ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. എവിടെയെന്ന് അറിയത്തില്ല. ഇല്ല, പറഞ്ഞില്ല. ഞങ്ങൾ പ്രാവശ്യം ഇവിടെ പള്ളിയിലായിരുന്നു, പള്ളി ക്യാമ്പിൽ പോയായിരുന്നു. ഇപ്രാവശ്യം ഇങ്ങനെ അരുൺകുമാർ, ഈ ചേട്ടൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ഈ തൊട്ട് ഇവിടുത്തെ വീടുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടവാനം വെള്ളമാണ്. പെരക്കകത്തെല്ലാം മുറിക്കകത്തെല്ലാം കയറി ടൈലായതുകൊണ്ട് തെന്നി വീഴുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പം കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിനെ കട്ടിലെ വെച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് നടക്കാനും വേല, ഇങ്ങനെ ഒരു അവസ്ഥയിലായി. കുഞ്ഞാണോ? കുഞ്ഞു വെച്ചാൽ 9 മാസമുള്ളായുള്ളൂ. ഈ മെമ്പറും മറ്റുള്ളവരൊന്നും അറിഞ്ഞില്ല ഇത്? മെമ്പർക്കൊക്കെ അറിയാം, പക്ഷെ മെമ്പർമാരും ഇവിടെ ഇങ്ങോട്ടൊന്നും ഈ ഭാഗത്തോട്ടൊന്നും വന്നില്ല. എത്രാം വാർഡ്? 1-ാം വാർഡ്, തിരുവാർപ്പ് പഞ്ചായത്ത്. പഞ്ചായത്ത് 1-ാം വാർഡ്. ഇവിടേക്കൊന്നും ആരും നമുക്ക് ക്യാമ്പ് എവിടെ നടക്കണമെന്ന് അറിയത്തില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല, അറിയില്ല. ശരിക്കും മാറണ്ട. വെള്ളം കയറിയത് വെള്ളം മിനിഞ്ഞാന്ന് പോലെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുക. മിനിഞ്ഞാന്ന്, ഇന്നലെയാ കൂടിയത്. മുറിക്കകത്തൊക്കെ കയറി ഇന്നലെ രാത്രിയാണോ? രാത്രിയല്ല, വെളുപ്പിനെ ഒക്കെ കയറ്റം തുടങ്ങി. വെളുപ്പിനെ ഇങ്ങനെ ഓരോ മുറിക്കകത്ത് പനിച്ച് കയറാൻ തുടങ്ങി. പിന്നെ ഇന്ന് രാവിലെ ആയപ്പം നല്ല ഇതായി, പത്തി മുങ്ങുന്ന വെള്ളമായി പെരക്കകത്ത്. ആരും വന്നതുമില്ല, ക്യാമ്പിൽ വന്നില്ല, ഒന്നും പറഞ്ഞില്ല, അറിയിച്ചില്ല. അഖിൽ, നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഇവർ ക്യാമ്പിലെ വിവരങ്ങൾ അറിയാതെ പോകുന്നത്? കോട്ടയം ജില്ലയിലെ ക്യാമ്പുകളെ കുറിച്ചുള്ള വിവരം നമ്മൾ ശേഖരിക്കുക, എന്നിട്ട് നമുക്ക് ഇവരെ വിവരം അറിയിക്കണം. ഒരു കൊച്ചുകുഞ്ഞൊക്കെ ഇല്ലേ, ഇനിയിപ്പോൾ മഴ തുടരുകയല്ലേ, ഇപ്പോഴും മഴ. അഖിൽ, തീർച്ചയായും നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ക്യാമ്പിലേക്ക് മാറാത്തത് അറിയാത്തത് കൊണ്ടാണ് എന്ന വിവരം നമ്മൾ അറിയുന്നത് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിയപ്പോഴാണ്. സ്വാഭാവികമായി നമ്മൾ അടുത്തത് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റുന്ന നടപടിയിലേക്ക് കടക്കണമെന്ന് തന്നെ വിളിച്ചിരുന്നു. കാരണം നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വെള്ളമാണ് വീടുകളിലൊക്കെ തന്നെ അറിയണം, വലിയ ആഴമുണ്ട് അവിടെ. തീർച്ചയായും അരുൺകുമാർ, നമ്മൾ അവിടേക്ക് ആ വീടിനുള്ളിൽ ചെറിയ ആഴമുണ്ട്. ഇവിടെ ഈ പരിസരത്ത് ഈ ഒരു വീട് മാത്രമല്ല, 3-4 വീടുകളുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ബൈക്ക് നിൽക്കുന്നത് കാണാം. ആ ബൈക്കിന്റെ എഞ്ചിൻ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഒരു പുതിയ ബൈക്കാണ്. ആ ബൈക്കിന്റെ പകുതിയോളം കയറിയിട്ടുണ്ട്. മറ്റൊരു ബൈക്ക് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അവർ. വീട്, അതായത് കുറച്ച് നനയാതിരിക്കാൻ കുറച്ച് ഉയർത്തിയിട്ട്. അതിന് തൊട്ട് സമീപത്ത് വീടുണ്ട്. ഒരു ചെറിയ കുട്ടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ചെറിയ കുഞ്ഞടക്കമുള്ള വീടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ. തൊട്ട് ഇതിന് സമീപത്തൊരു പാടമാണ്. അതായത് ഈ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തിൽ നിന്നും ഈ ഇവിടേക്ക് വെള്ളം, അതായത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വരുന്നതാണ്. അതായത് എല്ലാ വർഷവും കയറുന്നതാണ് പറഞ്ഞത്. സ്വയം അപ്പോൾ ഇവിടെയുള്ള ജനപ്രതിയുള്ള ഒരു ശ്രദ്ധ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വീടിനുള്ളിലേക്കൊക്കെ നമുക്ക് കാണാം, മുഴുവനായും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിറയെ വെള്ളം ഈ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ വീട്ടുകാർ അനുഭവിക്കുന്നത്. വീട്ടുകാർ മാത്രമല്ല, ഈ വരുന്ന വഴിയിലുള്ള പ്രദേശത്തൊക്കെ തന്നെ നിരവധി വീടുകൾ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ കുട്ടിയുള്ള വീടാണ്. ഒരു ദുരിത കാഴ്ച തന്നെയാണ് അരുൺകുമാർ. എന്തായാലും നമുക്ക് ഈ പഞ്ചായത്ത് അധികൃതരുമായി ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതുണ്ട്. ഇവർ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിലേക്ക് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇറങ്ങി, അയ്യോ മൊത്തം വീട് നിറയെ വെള്ളം. ചെറിയ നിറയെ വെള്ളമാണ്. കുഞ്ഞുണ്ട്. എത്ര മാസം ഉണ്ട് കുട്ടിക്ക്? പ്രായം 9 മാസം പ്രായം കുഞ്ഞാണ്. കട്ടിലെ മുകളിലേക്ക് കിടത്തിയിരിക്കും. വലിയ ബുദ്ധിമുട്ടാണ്. മൊത്തം വെള്ളം ഇന്നലെ കയറി തുടങ്ങിയതാണോ? ഇന്നലെ കയറി തുടങ്ങിയ. ആരും വന്നില്ല? എന്താ പഞ്ചായത്ത് അധികൃതർ കോളുകളൊന്നും? ഇല്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇത് ഏത് പഞ്ചായത്താണ് അഖിലേ? അരുൺകുമാർ, ഇത് തിരുവാർപ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡാണ്. 1-ാം വാർഡിൽ പെടുന്ന ചങ്ങളം സൗത്ത് മേഖലയിലാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായി കൊണ്ടുപോകണം. കാരണം ഇലക്ട്രിസിറ്റി ഉണ്ട് താനും. ഏതെങ്കിലും തരത്തിൽ അവിടെ ഷോർട്ട് സർക്യൂട്ടോ അതല്ലെങ്കിൽ ഈ ഭിത്തിയിലൊക്കെ ഈർപ്പോ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചവിട്ടുന്നത് പോലും അപകടമാണ്. തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇവര് ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതിനകത്ത് ആളുകളൊക്കെ മാറി. അതെ, ആരും മാറിയിട്ടില്ല. ഈ തിരുവാർപ്പ് പഞ്ചായത്തിലെ പ്രത്യേക സ്ഥലത്തേക്ക് അവിടെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പഞ്ചായത്തുകാർ അധികൃതർ അറിയണം. പ്രസിഡന്റും 1-ാം വാർഡിലെ ഏത് പഞ്ചായത്താണ്? മോർക്കോട് പഞ്ചായത്താണ് കേട്ടോ അഖിൽ, മോർക്കോട് പഞ്ചായത്താണ്. അപ്പൊ മോർക്കോട് പഞ്ചായത്ത്
വാർഡ് മോർക്കോടാണ് തിരുവാർപ്പ് പഞ്ചായത്ത്. തിരുവാർപ്പ് പഞ്ചായത്തിലെ മോർക്കോട് വാർഡിൽ 1ാമത്തെ വാർഡിലുള്ള വാർഡ് മെമ്പറുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് ഉണർന്ന് ഈ വീട്ടിലേക്കൊക്കെ ഒന്ന് വരിക, ഇവരെ അടുത്ത ക്യാമ്പിലേക്കൊക്കെ മാറ്റുക. കനത്ത മഴയാണ്, ഇവിടെ മുട്ടോളം വെള്ളത്തിലും ഒക്കെയാണ് ആളുകൾ വീട്ടിലേക്ക് കയറിപ്പോകുന്നത്. വീടിനുള്ളിലെ അവസ്ഥയാണ്. അഖിൽ, അതെ അരുൺകുമാർ, നമുക്ക് ഈ സമീപത്ത് ഈ ഒരു ഇതിപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്കാണ് കയറി വന്നത്. ഇവിടെയാണ് ഈ 9 മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞുള്ളത്. ഇതിന് സമീപത്ത് നമുക്ക് മറ്റ് 2-3 വീടുകളിലേക്ക് കാണാം. ഇതേപോലെ, അതായത് ഈ ഒരുപക്ഷെ കുറച്ചുകൂടി ആഴത്തിലേക്കുണ്ട്. നമ്മൾ നല്ല ഇറങ്ങി നടന്നു പോയാൽ മാത്രമാണ് അവിടെയൊക്കെ കിണറുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അഖിൽ, അങ്ങോട്ട് പോവേണ്ടതില്ല, അവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചാൽ മതി. നമുക്ക് ഈ വാർഡ് ഓടകളുണ്ടോ ഒന്നും തിരിച്ചറിയാൻ ചെറിയ ചെറിയ കൈത്തോടുകളൊക്കെ ഉണ്ടാവും, നമുക്കറിയണമെന്നില്ല അഖിൽ. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കാണിച്ചാൽ മതി. സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക. എല്ലാ റിപ്പോർട്ടർമാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേപോലെ ചെറിയ കുളങ്ങളോ ചെറിയ കൈത്തോടുകളോ ചെറിയ തോടുകളോ ഓടകളോ ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ പോയി വീഴരുത്. അപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുക. ഇതേപോലെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പഞ്ചായത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അഖിൽ, അവരോട് പറഞ്ഞോളൂ. നമ്മൾ തിരുവാർപ്പ് പഞ്ചായത്തിലെ ഈ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം അവരെ ക്യാമ്പിലേക്ക് മാറണം. എത്രയും പെട്ടെന്ന് അവർ ക്യാമ്പിലേക്ക് മാറുക. സുരക്ഷിതമായിട്ട് അവർ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഒന്നുകൂടി വാർഡിന്റെ പേരൊന്ന് ചോദിക്കാമോ, ഒന്ന് പറയാമോ അഖിൽ? തീർച്ചയായും അരുൺ. അതെ അരുൺകുമാർ, നമ്മളെ വിളിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടത് മറ്റൊരു കുടുംബമായിരുന്നു. നമ്മൾ അവരെ കണ്ടിട്ടില്ല. അവരിതിന് നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ചുകൂടി അപ്പുറത്താണ്. അവരും ഇതേപോലെ തന്നെ ഈ അരോളം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് അവർ വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന 4-5 വീടുകളല്ല, ഇതിലും കൂടുതൽ വീടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ ചോദിച്ചു നോക്കാം. ഇവർക്ക് അറിയാൻ സാധിക്കും എത്ര വീടുകൾ ഏകദേശം ഈ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത്. ചേട്ടാ, ഇവിടെ ഏകദേശം എത്ര വീടുകൾ ഉണ്ടാവും ഇതേപോലെ വെള്ളത്തിൽ മുങ്ങിയിട്ട്? 6 വീട്. 6 വീടുണ്ട്. അവിടെ 2-3 വീടുണ്ട്. അപ്പുറത്തോട്ട് നല്ല വഴിയാണ്, മുടിയല്ല. അതെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുക. ഇതേപോലെ തന്നെ എല്ലാം പറിക്കാത്ത വെള്ളം. അവിടെ നിന്നൊന്നും ആളുകൾ ആരും മാറിയിട്ടില്ല. അത് തന്നെയാണ് അരുൺകുമാർ, അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 6-7 തിരുവാർപ്പ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡ് മെമ്പർമാരുടെയും ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ പഞ്ചായത്തിൽ പല വാർഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ തിരുവാർപ്പ് പഞ്ചായത്തിലെ 1ാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീട്ടിലാകെ വെള്ളം കയറിയിട്ടുണ്ട്. 9 മാസമുള്ളൊരു കുഞ്ഞ് അവിടെയുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാതെ കുഞ്ഞിനെയും എടുത്ത് കട്ടിലിൽ ഇരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഇന്നും മഴ തുടരുകയാണെങ്കിൽ വീണ്ടും വെള്ളം നില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതാ നോക്കൂ, ഒരു കിണറിന്റെ ഭാഗമാണ് ആ കാണുന്നത് അല്ലേ അഖിൽ? ഒരു കിണറിന്റെ മുകൾ ഭാഗം വരെ വെള്ളം എത്തിയിരിക്കുന്നു. മറയുടെ മുഖഭാഗം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും അവരോട് സുരക്ഷിതമായിരിക്കാൻ പറയുമോ അഖിൽ? നമുക്ക് തിരുവാർപ്പിലെ പഞ്ചായത്ത് അധികാരികളുമായിട്ടൊന്ന് ബന്ധപ്പെടാം. അതിനുശേഷം എത്രയും പെട്ടെന്ന് അവരെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതുണ്ട്. വീട്ടിൽ നിന്നും അപകടകരമായ സാഹചര്യമാണ് എന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ വിളിച്ചറിയിക്കാം. നമ്മൾ തിരുവാർപ്പ് പഞ്ചായത്തുമായിട്ട് അല്പസമയം ബന്ധപ്പെട്ടിനുള്ളിൽ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. താങ്ക് യു അഖിൽ. അവിടെ സുരക്ഷിതമായിരിക്കാൻ അവരോട് പറയുക. മറ്റു വീടുകളിലെയും വാർത്തകളും അവരുടെ പ്രതികരണങ്ങളും പ്രേക്ഷകർക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാം.